നമസ്കാരം. റഷ്യക്കെതിരെ അമേരിക്ക നടപടി കടുപ്പിച്ചതോടെ വെട്ടിലായിരിക്കുകയാണ് ഇന്ത്യയും ചൈനയും. റഷ്യയുടെ ക്രൂഡ് ഓയിൽ നിർമ്മാതാക്കൾക്കും കപ്പൽ കമ്പനികൾക്കുമെതിരെയാണ് അമേരിക്ക പുതിയ ഉപരോധം ചുമത്തിയിരിക്കുന്നത്. ഗാസ്പ്രോം നെഫ്റ്റ്, സർഗത്ത് നെഫ്റ്റ് ഗ്യാസ് തുടങ്ങിയ എണ്ണ ഉൽപ്പാദകർക്കും റഷ്യൻ എണ്ണ കയറ്റുമതി ചെയ്യുന്ന 183 കപ്പലുകൾക്കുമെതിരെയാണ് നടപടി. യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ റഷ്യയെ പ്രേരിപ്പിക്കുന്നതിനാണ് അമേരിക്കയുടെ ഉപരോധം. റഷ്യയുടെ പ്രധാന വരുമാന മാർഗമാണ് ക്രൂഡ് ഓയിൽ കയറ്റുമതി. കൂടുതൽ വാങ്ങുന്നത് ഇന്ത്യയും ചൈനയുമാണ്. അമേരിക്കയുടെ പുതിയ നടപടിയിൽ വെട്ടിലായ ഇന്ത്യ മറ്റു വഴികൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. പശ്ചിമേഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾക്കാകും ഇതിന്റെ നേട്ടം. റഷ്യയുടെ ക്രൂഡ് കയറ്റുമതി ഉപരോധത്തെ തുടർന്ന് തകിടം മറിഞ്ഞതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ വർദ്ധിച്ചു. ബ്രന്റ് ക്രൂഡ് ബാരലിന് $81 മുകളിലായി. മറ്റു ക്രൂഡുകളുടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം റഷ്യയുടെ 530 മില്യൺ ബാരൽ ഓയിൽ കയറ്റുമതി ചെയ്ത 143 കപ്പലുകളും ഉപരോധ പട്ടികയിലുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ വരവ് കുറഞ്ഞതോടെ ഇന്ത്യ ബദൽ മാർഗം നോക്കാൻ ആരംഭിച്ചു. മറ്റ് കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ കയറ്റുമതി ചെയ്യാൻ റഷ്യ ശ്രമിച്ചേക്കുമെന്നാണ് വിവരം. അങ്ങനെ നോക്കിയാൽ ചരക്കു കടത്തു കൂലി വർദ്ധിക്കും. സ്വാഭാവികമായും വില കൂട്ടാൻ റഷ്യ ശ്രമിക്കുമെങ്കിലും ഉപരോധം കാരണം ഇത് സാധ്യമാകുകയില്ല. കഴിഞ്ഞ വർഷത്തെ ആദ്യ 11 മാസം റഷ്യൻ എണ്ണ ഇറക്കുമതി 4.5% ഇന്ത്യ വർദ്ധിപ്പിച്ചിരുന്നു. ചൈന 2%. പുതിയ ഉപരോധത്തോടെ എല്ലാം തകിടം മറിഞ്ഞു. ട്രംപ് അധികാരത്തിലെത്തിയാൽ റഷ്യക്കെതിരെ ഉപരോധം പിൻവലിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഇന്ത്യക്കും ചൈനയ്ക്കും ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും എണ്ണയാണ് ആശ്രയം. എന്നാൽ പശ്ചിമേഷ്യ, ആഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണയ്ക്ക് അടുത്തിടെ വില കൂടിയിട്ടുണ്ട്. ഇത് ഇന്ത്യക്ക് മറ്റൊരു തിരിച്ചടിയാണ്. റഷ്യയുടെ എണ്ണ വിപണിയിൽ കുറയുന്നു എന്ന് മനസ്സിലാക്കിയാണ് ഇവർ വില കൂട്ടിയത്. സൗദിയും ഇറാഖും UAEയും ഉൾപ്പെടുന്ന പശ്ചിമേഷ്യയിലെ എണ്ണ വാങ്ങുകയല്ലാതെ മറ്റൊരു വഴി ഇല്ലെന്ന് ഇന്ത്യൻ എണ്ണ ശുദ്ധീകരണശാലയിലെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ എണ്ണയും വാങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. വെനസ്വേല, ഗയാന, നൈജീരിയ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം കൂടുതൽ എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യ കരുനീക്കം നടത്തുന്നുണ്ട്. ഒരു കാലത്ത് ക്രൂഡ് ഓയിലിനു വേണ്ടി ഇന്ത്യ പ്രധാനമായും ആശ്രയിച്ച രാജ്യം സൗദി അറേബ്യയായിരുന്നു. പിന്നീടാണ് ഇറാഖ് വന്നത്. 2022 ശേഷം റഷ്യൻ എണ്ണയാണ് ഇന്ത്യ കൂടുതൽ വാങ്ങുന്നത്. റഷ്യ, ഇറാഖ്, സൗദി അറേബ്യ, UAE, അങ്കോള, അമേരിക്ക എന്നിങ്ങനെ പോകുന്നു ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ പട്ടിക. ക്രൂഡ് ബാരൽ വില $70 നിൽക്കണം എന്നാണ് ഇന്ത്യയുടെ ആഗ്രഹം. $96 എത്തണം എന്ന് സൗദിയും ആഗ്രഹിക്കുന്നു. ഇതിനിടയിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം സർവകാല തകർച്ച രേഖപ്പെടുത്തി 86 ആയതും വലിയ തിരിച്ചടിയാണ്. ഈ സാഹചര്യം നേരിടാൻ ഒരു കർമ്മ പദ്ധതിയും പുതുതായി ചുമതലയേറ്റ RBI ഗവർണറിൽ നിന്നോ യൂണിയൻ ഗവൺമെന്റിൽ നിന്നോ ഉണ്ടായില്ലെന്നതാണ് ഏറെ ഖേദകരം.